ഹായ് ഹലോ, സ്വന്തമായിട്ട് ഈസി ആയിട്ടൊരു സാരി എടുത്താലോ? ആദ്യം തന്നെ സാരിയുടെ മോശവശം നമ്മുടെ നേർക്ക് പിടിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ആദ്യത്തെ പ്ലേറ്റ് വലുതും അതിന് ശേഷമുള്ള പ്ലേറ്റ് ചെറുതുമായിട്ട് പ്ലേറ്റ്സ് എടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഷോൾഡറിൽ ഇട്ടതിന് ശേഷം കഴുത്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. എൻ്റെ ആ പ്ലേറ്റ്സ് ഇടവിട്ട് ഇങ്ങനെ നമുക്കതിങ്ങനെ കിട്ടും. കോട്ടൺ സാരി, കേരള സാരി പോലത്തുള്ള സാരിയിൽ നമുക്ക് ഇങ്ങനെ തന്നെ നന്നായിട്ട് പ്ലേറ്റ്സ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുത്ത് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും അത് ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. നമുക്ക് വേണ്ട ലെങ്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്തിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി സാരിയുടെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടക്കിൻ ചെയ്യുക. അവിടെ വേണമെങ്കിൽ നമുക്കൊരു പിന്ന് കൊടുത്ത് സെക്യൂർ ചെയ്യാം. കാര്യം വടംവലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് സാരി ചുറ്റിയെടുത്ത് നമ്മുടെ നേവലിൻ്റെ കുറച്ച് സൈഡിലായിട്ട് അത് ടക്കിൻ ചെയ്യാം. അതുവരെയുള്ള ബാക്കും ഫ്രണ്ടും നന്നായിട്ട് ടക്കിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം, അതായത് ആദ്യത്തെ ഭാഗം നമ്മുടെ ഷോൾഡറിൽ വെച്ച് പിൻ ചെയ്യുക. ഒരു പിന്നെ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ഊരിയതിന് ശേഷം ആ പോയിന്റിലുള്ള ഭാഗം, അതായത് നമ്മുടെ ചെസ്റ്റിലോട്ട് ചേർന്ന് വരുന്ന ബോർഡർ നന്നായിട്ട് വലിച്ച് നമ്മുടെ നേവലിൻ്റെ സൈഡിലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കുത്തുക. അത് രണ്ട് ഡബിൾ പിൻ കുത്താൻ കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം കുത്തുക, ഒരു ഇഞ്ച് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. പ്ലീറ്റ്സ് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് വലുതായിട്ട് പ്ലീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സാരിയുടെ നീളത്തിനനുസരിച്ച് അത് നമുക്ക് മാറ്റി മറിച്ചും കൊടുക്കാം. ലാസ്റ്റ് പ്ലീറ്റ്സ് എപ്പോഴും വലുതായിട്ട് തന്നെ എടുക്കുക. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവണമെന്നും തോന്നുന്നു. എൻ്റെ ഇതേപോലെ നമുക്ക് പിടിച്ച് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് തേച്ച് കൊടുക്കുക. കോട്ടൺ സാരിയിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് പിൻ ചെയ്തതിന് ശേഷം അതങ്ങ് വിടുക. അതിനുശേഷം നമ്മൾ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ആദ്യം 2 പ്ലീറ്റ് കുത്തുക. പിന്നെ ഇങ്ങനെ വലിച്ചു വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്ലീറ്റ്സ് വരും. അതിനെയും കൂടെ ഒന്നെടുത്ത് ബോഡിയോട് ചേർത്ത് പാവാടയിൽ കുത്തി വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഭാഗം ഒന്നും കൂടെ നന്നായിട്ട് പ്ലീറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് അകത്തോട്ട് ടക്കിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വയറിങ്ങനെ പൊന്തി നിൽക്കും. അതിനുശേഷം ഷോൾഡറിൽ കുത്തിയ മുന്താണിയുടെ പിന്ന് ഊരിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലീറ്റ്സ് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ ഒന്നും കൂടെ നന്ന് വലിച്ച് ഒന്നും താഴ്ത്തിയതിന് ശേഷം ഒന്നും കൂടെ ടൈറ്റായിട്ട് പിൻ ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക ടീഷർട്ട് മാറ്റിയിട്ടുണ്ട്. ഈ മാലയും നമ്മുടെ ഷോപ്പിലെ മാലയാണ്. ഇനി പ്ലീറ്റ്സ് മാറിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ സൈഡ് പ്ലീറ്റ്സ് ഒന്ന് പൊക്കിയതിന് ശേഷം ഏതാണ്ട് ഈ ഭാഗത്തായിട്ടൊരു പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.